എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്ന വിഷയം പരദൂഷണം, അല്ലെങ്കിൽ നമ്മൾ പറയുന്ന പോലെ ഗോസിപ്പ്. സത്യം പറഞ്ഞാൽ നമ്മളെല്ലാവരും അത് കേട്ടിട്ടുണ്ടാവും, ചിലപ്പോ പറഞ്ഞിട്ടുമുണ്ടാവും, അല്ലേ? എന്തുകൊണ്ടായിരിക്കും നമുക്ക് ഗോസിപ്പ് ഇത്ര ഇഷ്ടം? ഇതൊരു വെറും നേരം പോക്കാണോ? അതോ ഇതിന്റെ പിന്നിൽ നമ്മൾ അറിയാത്ത വേറെ എന്തെങ്കിലും കാര്യങ്ങളുണ്ടോ? ശരി, നമുക്കിതിന്റെ സൈക്കോളജിയിലേക്ക് ഒന്ന് ആഴത്തിൽ ഇറങ്ങിച്ചെല്ലാം. അതെ, ഗോസിപ്പിനെക്കുറിച്ച് നമ്മൾ സാധാരണ കേൾക്കുന്നത് ഇതുപോലത്തെ കാര്യങ്ങളാ, അല്ലേ? സമൂഹത്തില് ഇതിനത്ര നല്ല പേരൊന്നുമില്ല, ഇതൊരു മോശം ശീലമാണ്, വിഷമാണ്, അങ്ങനെയൊക്കെയാണ് നമ്മൾ പൊതുവെ ധരിച്ചു വെച്ചിരിക്കുന്നത്. ഒരു സംശയവുമില്ല. പക്ഷേ ഇതാണോ ശരിക്കും അതിന്റെ പൂർണ്ണമായ ചിത്രം? ഒരുപക്ഷേ നമ്മൾ ഈ കാണുന്നതിന് അപ്പുറം മനുഷ്യസഹജമായ ഈയൊരു ശീലത്തിന് പറയാൻ വേറൊരു കഥയുണ്ടെങ്കിലോ? ഒന്ന് ആലോചിച്ചു നോക്കൂ. ലോകത്തെ എല്ലായിടത്തും എല്ലാ കൾച്ചറിലും കാണുന്ന ഒരു സ്വഭാവമല്ലേ ഇത്? അപ്പോൾ അതിന്റെ പിന്നിൽ എന്തെങ്കിലും ഒരു കാരണം വേണ്ടേ? ശരി, നമുക്കതൊന്ന് നോക്കാം. ഗോസിപ്പിന് ഇങ്ങനെയൊരു ചീത്തപ്പേരൊക്കെ ഉണ്ടെങ്കിലും സൈക്കോളജിസ്റ്റുകൾ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ഇതിന് നമ്മൾ വിചാരിക്കുന്നതിലും വലിയ ചില റോളുകളുണ്ട്. ഇത് വെറുമൊരു ശീലമല്ല, മനുഷ്യന്റെ ചില അടിസ്ഥാനപരമായ ആവശ്യങ്ങളുമായിട്ട് ഇതിന് നേരിട്ടൊരു ബന്ധമുണ്ട്. അപ്പോ നമ്മൾ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് ആ 4 പ്രധാനപ്പെട്ട മാനസിക കാരണങ്ങളിലാണ്. ഇവയൊന്നും മനസ്സിലാക്കിയാൽ ഗോസിപ്പ് എന്ന സ്വഭാവത്തെക്കുറിച്ച് നമുക്കൊരു പുതിയ കാഴ്ചപ്പാട് തന്നെ കിട്ടും. അപ്പോൾ എന്തൊക്കെയാണ് ആ 4 കാര്യങ്ങൾ? നമുക്ക് ഓരോന്നായിട്ട് പരിശോധിക്കാം. ഒന്നാമത്തെ കാരണം കേൾക്കുമ്പോൾ ചിലപ്പോൾ കുറച്ച് വിചിത്രമായി തോന്നാം. ഗോസിപ്പ് എന്ന് പറയുന്നത് ആളുകളുമായി ഒരു ബന്ധം സ്ഥാപിക്കാനുള്ള ഒരു എളുപ്പവഴിയാണ്. ഇതിന് പിന്നിലൊരു ശാസ്ത്രീയമായ വിശദീകരണം കൂടിയുണ്ട് കേട്ടോ. ഇതിന്റെ പിന്നിലൊരു സയൻസ് ഉണ്ട്, അതാണ് രസം. അതായത് 2 പേര് മറ്റൊരാളെക്കുറിച്ച് എന്തെങ്കിലും ഒരു രഹസ്യം പങ്കുവെക്കുമ്പോഴുണ്ടല്ലോ, അവരുടെ തലച്ചോറിൽ ഓക്സിറ്റോസിൻ എന്ന് പറയുന്ന ഒരു ഹോർമോൺ ഉണ്ടാവും. ഈ ഓക്സിറ്റോസിനെ നമ്മൾ സോഷ്യൽ ഗ്ലൂ എന്നാ വിളിക്കുന്നത്. ഒരു അമ്മയും കുഞ്ഞും തമ്മിലുള്ള ആ ഒരു ബോണ്ട് ഉറപ്പിക്കുന്ന അതേ കെമിക്കലാണ്. അപ്പോൾ ഇതെന്തെയും ആ നിമിഷം തന്നെ ഒരു അടുപ്പമുണ്ടാക്കിയെടുക്കും. ഇത് വർക്ക് ചെയ്യുന്നത് ഇങ്ങനെയാണ്. ഒരാള് ഒരു രഹസ്യം നിങ്ങളുമായി പങ്കുവെക്കുമ്പോൾ നിങ്ങൾക്ക് പെട്ടെന്നൊരു അടുപ്പം തോന്നും. നിങ്ങൾ അവരുടെ ആ ഒരു അടുത്ത വൃത്തത്തിൽപ്പെട്ട ആളായതുപോലെ. പക്ഷെ ഒന്നുണ്ട്, ഇതൊരു എളുപ്പവഴിയാണ്. ശരിക്കുമുള്ള ആഴത്തിലുള്ള ബന്ധങ്ങൾ ഉണ്ടാക്കാൻ ഇത് സഹായിക്കണമെന്നില്ല. അതുകൊണ്ട് ആ താൽക്കാലിക അടുപ്പം വീണ്ടും കിട്ടാൻ വേണ്ടി അവരിത് ആവർത്തിച്ചുകൊണ്ടേയിരിക്കും. ഓക്കെ, ബന്ധങ്ങൾ സ്ഥാപിക്കാൻ മാത്രമല്ല, ചില സമയത്ത് ഗോസിപ്പ് എന്ന് പറയുന്നത് ഒരു അധികാരത്തിന്റെ കളി കൂടിയാണ്. അതാണ് നമ്മുടെ രണ്ടാമത്തെ കാരണം, നിയന്ത്രണം നേടാനുള്ള ഒരു ശ്രമം. സ്വന്തം ജീവിതത്തിലെ വലിയ നിയന്ത്രണമൊന്നുമില്ലാതെ നിസ്സഹായരായി തോന്നുന്ന ഒരാളെ സങ്കൽപ്പിക്കാം. അവർക്ക് മറ്റുള്ളവർക്ക് അറിയാത്തൊരു വിവരം കയ്യിലുണ്ടെങ്കിൽ അതൊരു തരം താക്കോല് പോലെയാണ്. പെട്ടെന്നൊരു സാമൂഹിക വില കൈവരുന്നു. മനഃശാസ്ത്രജ്ഞർ ഇതിനെ ഇൻഫർമേഷൻ ബേസ്ഡ് സ്റ്റേറ്റസ്, അല്ലെങ്കിൽ വിവരങ്ങളെ അടിസ്ഥാനമാക്കിയിട്ടുള്ള പദവി എന്നൊക്കെയാണ് വിളിക്കുന്നത്. ഇനി മൂന്നാമത്തെ കാരണം, ഇത് ചിലപ്പോൾ നമ്മളെ കുറച്ചൊന്ന് അതിശയിപ്പിച്ചേക്കാം. ഗോസിപ്പ് ചിലപ്പോ ഒരു സമൂഹത്തിലെ നിയമങ്ങൾ പഠിപ്പിക്കാനും നടപ്പിലാക്കാനുമുള്ളൊരു വഴിയാണ്. നമ്മൾ മറ്റൊരാൾ ചെയ്ത ഒരു തെറ്റിനെപ്പറ്റി സംസാരിക്കുമ്പോൾ നമ്മൾ യഥാർത്ഥത്തിൽ എന്താ ചെയ്യുന്നത്? ആ സമൂഹത്തിലെ ശരിതെറ്റുകൾ എന്താണെന്ന് നമ്മൾ ഒന്നുകൂടി ഉറപ്പിക്കുകയാണ് ചെയ്യുന്നത്. ഈ സ്ലൈഡിലെ ഉദ്ധരണി പോലെ തന്നെ അയാൾ ചെയ്തതെന്താണെന്ന് കേട്ടോ എന്നത് ഒരു സമൂഹത്തിന്റെ മുന്നറിയിപ്പ് സംവിധാനമാണ്. ഇതാ നാട്ടിലെ നിയമങ്ങളും മൂല്യങ്ങളും പഠിപ്പിക്കാനുള്ള ഒരു മാർഗമായിട്ട് പ്രവർത്തിക്കുന്നു. ഇനി നാലാമത്തേത്, ഒരുപക്ഷേ ഇത് അത്ര സുഖകരമല്ലാത്തൊരു സത്യമാണ്. നമ്മുടെ സ്വന്തം ഉത്കണ്ഠകളും പിരിമുറക്കങ്ങളുമൊക്കെ മറികടക്കാനുള്ള ഒരു വഴിയായി ചിലപ്പോൾ ഗോസിപ്പ് പ്രവർത്തിക്കാറുണ്ട്. സൈക്കോളജിയിൽ ഇതിനൊരു പേരുണ്ട്, ഇമോഷണൽ ഡിസ്പ്ലേസ്മെന്റ്. അതായത് നമ്മൾ നമ്മുടെ വികാരങ്ങളെ വേറൊരിടത്തേക്ക് മാറ്റിവെക്കുന്നു. സിമ്പിളായി പറഞ്ഞാൽ, സ്വന്തം ജോലിയിലെ ടെൻഷനെപ്പറ്റി ആലോചിച്ച് തലപുകയ്ക്കുന്നതിന് പകരം സഹപ്രവർത്തകന്റെ വീട്ടിലെ പ്രശ്നങ്ങളുടെ ശ്രദ്ധ കൊടുക്കുന്നത് നമ്മുടെ തലച്ചോറിന് ഒരു താൽക്കാലിക ആശ്വാസം കൊടുക്കും, ഒരു എസ്കേപ്പ് പോലെ. പഠനങ്ങൾ പറയുന്നത് എന്താണെന്നറിയോ? സ്ഥിരമായി ഗോസിപ്പ് പറയുന്നവരിൽ ഉത്കണ്ഠ കൂടുതലായി കാണാറുണ്ട്. അപ്പോൾ ഇവിടെ ഗോസിപ്പ് ഒരു പ്രശ്നമല്ല, മറിച്ച് ഉള്ളിലുള്ളൊരു അസ്വസ്ഥതയുടെ ലക്ഷണം മാത്രമാണ്. അപ്പോൾ നമ്മൾ ഇതുവരെ ചർച്ച ചെയ്ത 4 പ്രധാന കാര്യങ്ങൾ ഇവയാണ്. 1. മറ്റുള്ളവരുമായി ഒരു ബന്ധം സ്ഥാപിക്കാൻ. 2. പ്രാധാന്യവും നിയന്ത്രണവും നേടാൻ. 3. സമൂഹത്തിലെ നിയമങ്ങൾ ഒന്നുകൂടി ഉറപ്പിക്കാൻ. പിന്നെ 4-മതായി നമ്മുടെ ടെൻഷനുകളിൽ നിന്ന് ഒരു ആശ്വാസം കണ്ടെത്താൻ. ഇവയെല്ലാം ശരിക്കും മനുഷ്യന്റെ അടിസ്ഥാന ആവശ്യങ്ങളാണ്. ഗോസിപ്പ് അത് നേടാനുള്ള ഒരു എളുപ്പവഴി മാത്രമാണ് എന്ന് മാത്രം. ശരി, ഈ കാരണങ്ങളൊക്കെ നമ്മൾ മനസ്സിലാക്കി. ഇനി അടുത്തതായിട്ട് നമ്മൾ നമ്മളെ തന്നെ മനസ്സിലാക്കുന്നതിലേക്കാണ് കടക്കുന്നത്. അതായത് നമ്മൾ എന്തിനാണ് ഗോസിപ്പ് പറയുന്നതെന്ന് തിരിച്ചറിയുക.
അതാണ് ഏറ്റവും പ്രധാനം. ഈ ആവശ്യങ്ങളെല്ലാം, അതായത് ബന്ധങ്ങൾ തേടുന്നത്, പ്രാധാന്യം വേണമെന്ന് തോന്നുന്നത്, ഇതൊക്കെ നമ്മളെ മനുഷ്യരാക്കുന്ന ഘടകങ്ങളാണ്. അതിലൊന്നും ഒരു തെറ്റുമില്ല. പക്ഷേ ഗോസിപ്പ് എന്ന എളുപ്പവഴിക്കു പകരം ഈ ആവശ്യങ്ങളൊക്കെ നിറവേറ്റാൻ കുറച്ചുകൂടി നല്ല വഴികൾ കണ്ടെത്തുക എന്നതാണ് പ്രധാനം. നമ്മളെക്കുറിച്ച് നമുക്കൊരു ധാരണയുണ്ടെങ്കിൽ അതിന് സാധിക്കും. അപ്പോ അടുത്ത തവണ നിങ്ങളൊരു ഗോസിപ്പ് പറയാൻ തുടങ്ങുമ്പോഴോ അല്ലെങ്കിൽ കേൾക്കുമ്പോഴോ ഒരു നിമിഷം ഒന്ന് നിർത്തിയിട്ട് ആലോചിക്കുക. ഞാൻ ശരിക്കും എന്താവശ്യം നിറവേറ്റാനാണ് ഇത് ചെയ്യുന്നത്? എനിക്കൊരു ബന്ധമുണ്ടാക്കാനാണോ, അല്ലെങ്കിൽ എനിക്കൊരു പ്രാധാന്യം കിട്ടാനാണോ, അതോ സമൂഹത്തിലെ ഒരു നിയമം ഉറപ്പിക്കാനാണോ, അതുമല്ലെങ്കിൽ എന്റെ ഉള്ളിലെ ടെൻഷൻ കുറയ്ക്കാനാണോ? ഈ ഒരൊറ്റ ചോദ്യം സ്വയം ചോദിക്കുന്നത് ചിലപ്പോൾ നിങ്ങളെക്കുറിച്ച് തന്നെ പുതിയ ചില കാര്യങ്ങൾ മനസ്സിലാക്കി തന്നേക്കാം. ഈ വിശകലനം നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യാനും ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അടുത്ത തവണ കാണാം.